അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, പ്ലേഗ് എന്ന് പറയുന്നത് ഒരു രോഗം ആണ്. അത് ഇസ്രായേലികളുടെ മേലിൽ ഇറക്കിയ ഒരു ശിക്ഷ അല്ലെങ്കിൽ പരീക്ഷണം ആകുന്നു, നിങ്ങൾക്ക് മുമ്പുള്ള ഒരു കൂട്ടം ആളുകളുടെ മേൽ. അത് ഏതെങ്കിലും നാട്ടിൽ പടർന്നതായി അല്ലെങ്കിൽ പകർന്നതായി നിങ്ങൾ കേട്ടാൽ ആ നാടിനോട് നിങ്ങൾ അടുക്കരുത്, അതായത് അങ്ങോട്ട് പോകരുത്. നിങ്ങൾ ഏത് നാട്ടിലാണോ ഉള്ളത് ആ നാട്ടിൽ അത് ഉണ്ടായി എന്നറിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്നും പുറത്തേക്ക് പോവരുത്, അതിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കരുത്, അതായത് പ്ലേഗിൽ നിന്നും. ഇതാണ് കൊറോണയുടെ സമയത്ത് ഇസ്ലാമിക വിധി എന്നുള്ള രീതിയിൽ ഉസ്താദന്മാരൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ മാരകമായ പകർച്ചവ്യാധി ബാധിച്ച ഒരു നാട്ടിലേക്ക് നമുക്ക് പോകാൻ പാടില്ല, യാത്ര നിർത്തി വയ്ക്കേണ്ടി വരും. അതുപോലെ പകർച്ചവ്യാധി നമ്മൾ നിൽക്കുന്ന നാട്ടിലുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക എന്നുള്ള രീതിയിൽ പുറത്തേക്ക് പോകാൻ പാടില്ല, കാരണം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, അത് അന്യ നാട്ടിലേക്കും കൂടി കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ക്വാറൻറ്റൈൻ, അതായത് നമ്മൾ ഒറ്റപ്പെട്ട രീതിയിൽ മാറി നിന്ന് അസുഖം പകരാതെ മറയും മതിലുകളും ഒക്കെ വച്ച് സൂക്ഷിച്ച് നിൽക്കുന്നതിനെയാണ് ക്വാറൻറ്റൈൻ എന്ന് പറയുന്നത്. അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് 1400 കൊല്ലം മുമ്പ് റസൂൽ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. യസ്അലു ഉസാമത ഇബ്നു സെയ്ദിൻ മാദാ സമഅത മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി തഊൻ ഫഖാല ഉസാമതു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഊൻ റിജ്സുൻ ഉർസില അലാ ത്വാഇഫത്തിൻ മിൻ ബനി ഇസ്രായീല വഅലാ മൻ കാന ഖബ്ലകും ഫഇദാ സമഅതും ബിഹി بأرض فلا تقدموا عليه وإذا وقع بأرض وأنتم بها فلا تخرجوا فرارا منه. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് ബനി ഇസ്രായേലിയരിലേക്ക് ഇറക്കിയ ഒരു ശിക്ഷയാണ് എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്ലേഗ് എന്ന രോഗം അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തമാശയായിട്ടൊക്കെ തോന്നാം, പക്ഷേ മുൻകാലങ്ങളിൽ ഇല്ലാതിരുന്ന രോഗങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കും. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എയ്ഡ്സ് അത് മുമ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ലൈംഗിക അരാജകത്വം വരുമ്പോഴാണ് അത് ഉണ്ടാവുക. അത് വന്നു, നാടുകളിലൊക്കെ ആ രോഗം എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതുപോലെ പല രോഗങ്ങളും ഇതിനു മുമ്പുണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രോഗം മിക്കവാറും, അല്ലാഹു ആലം, പക്ഷേ മിക്കവാറും ബനി ഇസ്രായേലിനായിരിക്കും ആദ്യമായി വന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, ഞാൻ ചോദിച്ചു അല്ലാഹുവിൻ്റെ റസൂലിനോട്, പ്ലേഗിനെ പറ്റിയാണ് ചോദിച്ചത്. അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു, ഇത് അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് ശിക്ഷയായി ഇറക്കുന്നു, വിശ്വാസികൾക്ക് അത് ഒരു കരുണയുടെ മാർഗവും ആകുന്നു, അതായത് രക്തസാക്ഷിത്വം. അള്ളാഹുവെ അവനോട് നീ കരുണ കാണിക്കണേ എന്ന് റസൂൽ ദുആ ചെയ്താൽ ആ ആൾ വലിയ താമസം കൂടാതെ യുദ്ധത്തിൽ മരിക്കുമായിരുന്നു. അതായത് കരുണ എന്ന റസൂലിൻ്റെ ദുആ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷഹാദത്താണ്, രക്തസാക്ഷിത്വം ആണ്. അപ്പോൾ ഇതിൽ പറയുകയാണ്, ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു കരുണയാണ് വിശ്വാസികൾക്ക്, അല്ലാത്തവർക്ക് അത് ശിക്ഷയാണ്. ഒരാളുള്ള നാട്ടിൽ പ്ലേഗ് ഉണ്ടായാൽ ആ നാട്ടിൽ തന്നെ അവൻ ക്ഷമയോടെ നിൽക്കുകയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്യുക, വിശ്വാസം ഉറപ്പിക്കുക, അവൻ്റെ മേളിലൊന്നും വരികയില്ല എന്ന് അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ, അല്ലെങ്കിൽ അള്ളാഹു എന്താണോ എഴുതി വച്ചിരിക്കുന്നത് അതല്ലാതെ അവന് ഒരു രക്തസാക്ഷിക്ക് തുല്യമായ പ്രതിഫലവും കിട്ടും. ആയിഷത സൗജുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്ത് സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ത്വാഉനി ഫഅഖ്ബർനി അന്നഹു അദാബുൻ യബഅസുല്ലാഹു അലാ മൻ യശാഅ വഅന്ന അല്ലാഹ ജഅലഹു റഹ്മത്തൻ ലിൽ മുഅ്മിനീൻ ലൈസ മിൻ അഹദിൻ യഖഉ തഊനു ഫയംകുതു ഫി ബലദിഹി സാബിറൻ മുഹ്തസിബൻ യഅലമു അന്നഹു ലാ യുസീബുഹു ഇല്ലാ മാ കതബല്ലാഹു ലഹു ഇല്ലാ കാന ലഹു മിസ്ല അജ്രിൻ ഷഹീദിൻ. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഖുറൈശികൾ ബനി മഖ്ദൂം ഗോത്രത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയെ പറ്റി അല്പം വേവലാതിയിലായിരുന്നു, അല്ലെങ്കിൽ വൈഷമ്യത്തിലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ എന്തോ സങ്കടം പോലെ. കാരണം അവർ ഒരു കളവ് നടത്തിയിരുന്നു. അവർ ചോദിച്ചു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അവർക്ക് വേണ്ടി ആര് ശുപാർശ ചെയ്യും, അല്ലെങ്കിൽ ഇടനിലക്കാരനായി നിൽക്കും. ചിലർ പറഞ്ഞു ആരും അത് ചെയ്യാൻ ധൈര്യപ്പെടുകയില്ല, ഒരു പക്ഷേ ഉസാമ ബിൻ സെയ്ദിന് പറ്റിയേക്കാം, കാരണം അദ്ദേഹം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാകുന്നു. അങ്ങനെ ഉസാമ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവനോട്, നീ അല്ലാഹുവിൽ നിന്നും വ്യക്തമായി എഴുതി ഇറക്കപ്പെട്ട ശിക്ഷാവിധികൾ നിലവിലുള്ള കാര്യത്തിൽ ഇടപെട്ട ആൾക്ക് വേണ്ടിയിട്ടാണോ നീ ഈ ഇടപെടൽ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ, ശുപാർശ നടത്തുന്നത്? എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്നു, ഒരു മതപ്രസംഗം നടത്തി, ഖുതുബ നടത്തി. അതിൽ ഇങ്ങനെ പറഞ്ഞു, മുൻകാല സമുദായങ്ങളെ നശിപ്പിച്ചത്
അവരുടെ ഇടയിൽ കുലീനരായ ആളുകൾ കട്ടാൽ അവർ പുറത്തു കൊടുക്കുമായിരുന്നു. അതായത് ഇപ്പോൾ അംബാനി അദാനിയൊക്കെ കക്കുന്നത് പോലെ, അല്ലെങ്കിൽ മന്ത്രിമാർ കക്കുന്നത് പോലെ അവർക്ക് നിയമവും കാര്യങ്ങളൊന്നും ബാധകം അല്ല. അവർ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ടുവീഴ്ച നടത്തുമ്പോൾ, അല്ലെങ്കിൽ കഴിവുള്ളവൻ സോറി പറഞ്ഞു പോവുക, അതല്ലെങ്കിൽ അതിന് പറ്റിയ പരിഹാരം നടത്തിയിട്ട് പോവുക, കൈവെട്ടുക, അല്ലെങ്കിൽ ആ നാട്ടിലുള്ള നിയമപരമായ ശിക്ഷ അനുഭവിക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോഴാണ് ഇതിനു മുമ്പുള്ള ആളുകളെ നശിപ്പിച്ചത്. അവരെ അള്ളാഹു അതിഭയങ്കരമായ ശിക്ഷകൾ കൊണ്ട് ബാധിക്കും. അള്ളാഹുവാണേ മുഹമ്മദിൻ്റെ മകളായ ഫാത്തിമ ആണെങ്കിലും കട്ടാൽ ഞാൻ അവളുടെ കൈ വെട്ടും. ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന ഖുറൈശൻ അഹമ്മഹും ശഅനുൽ മർഅത്തിൽ മഖ്സൂമിയത്തില്ലത്തി സറഖത് ഫഖാലു വമൻ യുകല്ലിമു ഫിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലു വമൻ യഹ്തരിഉ അലൈഹി ഇല്ലാ ഉസാമത്തു ബിൻ സെയ്ദിൻ ഹിബ്ബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫകല്ലമു ഉസാമത്തു ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ് ثم قام فاختطب ثم قال إنما أهلك الذين قبلكم أنهم كانوا إذا سرق فيهم الشريف تركوه وإذا سرق فيهم الضعيف أقاموا عليه الحد وأيم الله لو أن فاطمة بنت محمد سرقت لقطعت يدها. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരാൾ ഖുർആൻ ഓതുന്നത് ഞാൻ കേട്ടു. ആ ആയത്ത് ഒരു പ്രത്യേക രീതിയിലാണ് ഓതിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ആയത്ത് വേറൊരു രീതിയിൽ ഓതുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ നടന്നു എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു അനിഷ്ടം, അല്ലെങ്കിൽ താല്പര്യക്കുറവ്, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാത്ത രീതിയിലുള്ളൊരു ഭാവം ഞാൻ കണ്ടു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, രണ്ടുപേരും ശരിയാണ്, അതുകൊണ്ട് നിങ്ങൾ തർക്കിക്കരുത്. മുൻകാല സമുദായങ്ങൾ ഇങ്ങനെ നിസ്സാര കാര്യങ്ങളിലൊക്കെ തർക്കിച്ചിരുന്നു, അതുകൊണ്ട് അവർ നശിപ്പിക്കപ്പെട്ടു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റജുലൻ ഖറഅ ആയതൻ വസമിഅതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഖിലാഫഹാ ഫജിഅതു ബിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബർതു ഫഅറഫ്തു ഫീ വജ്ഹിഹിൽ കറാഹിയത വഖാല കിലാകുമാ മുഹ്സിനുൻ ഫലാ തഖ്തലിഫു ഫഇന്ന മൻ കാന ഖബ്ലകും മുഖ്തലഫു ഫഹലകു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകനെ പറ്റി പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹത്തിൻ്റെ സമുദായം ആ പ്രവാചകനെ അടിച്ചു, അല്ലെങ്കിൽ ഇടിക്കുകയോ കുത്തുകയോ എന്തൊക്കെ ചെയ്തു. അവസാനം രക്തം വന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് രക്തം തുടച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അള്ളാഹുവേ, എൻ്റെ സമുദായത്തിന് നീ പുറത്തു കൊടുക്കണമേ, കാരണം അവർക്ക് അറിവില്ലാത്തതാകുന്നു. ഈസാ അലൈഹി സ്വലാം പറയുന്ന പോലെയൊക്കെ തോന്നുന്നു. അതായത് ബൈബിളിലൊക്കെ പറയുന്ന പോലെ, കർത്താവ് ഇവർക്ക് പുറത്തു കൊടുക്കണമേ, കാരണം ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല എന്നൊക്കെ പറയുന്ന പോലെ തോന്നുന്നു. ഏതായാലും റസൂലിന് മുമ്പുള്ള ഒരു പ്രവാചകനാണ്. അത് നൂഹ് അലൈഹി സ്വലാം തൊട്ട് ഈസാ അലൈഹി സ്വലാം വരെയുള്ള ഏതെങ്കിലും പ്രവാചകനാവാം. ഖാല അബ്ദുല്ലാഹി കഅന്നി അൻദുറു ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്കി നബിയ്യൻ മിനൽ അംബിയാഇ ദറബഹു ഖൗമുഹു ഫഅദ്മൗഹു വഹുവ യസ്മഹു ദമ അൻ വജ്ഹിഹി വയഖൂലു അല്ലാഹുമ്മഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അബൂ സഈദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, നിങ്ങൾക്ക് മുമ്പ് ഉള്ള കാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയ ആളുകൾ, അവരിൽ ഒരാൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ ആയിരുന്നപ്പോൾ അദ്ദേഹം ആൺമക്കളെ വിളിച്ചു, അല്ലെങ്കിൽ മക്കളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്ത് തരത്തിലുള്ള പിതാവായിരുന്നു നിങ്ങൾക്ക്? അപ്പോൾ അവർ മറുപടി പറഞ്ഞു, നിങ്ങൾ ഒരു നല്ല പിതാവായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു നല്ല പ്രവൃത്തി ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കത്തിക്കുക, എൻ്റെ പൊടി, എല്ല്, ബാക്കിയുള്ളതെല്ലാം ഇടിച്ച് പൊടിക്കുക, എന്നിട്ട് ബാക്കി വരുന്ന പൊടിയും ചാരവും ഒക്കെ ഒരു കാറ്റുള്ള ദിവസം പറപ്പിച്ച് കളയുക. ആ മക്കൾ അതുപോലെ ചെയ്തു. പക്ഷേ അല്ലാഹു അസ്സ വജൽ എല്ലാ പൊടികളെയും കൂട്ടിച്ച് ചേർത്ത് അയാളെ ഒരുമിച്ച് കൂട്ടി വീണ്ടും പുനഃസൃഷ്ടിച്ചു. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് നിന്നെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, നിന്നോടുള്ള ഭയം കൊണ്ടാണ് റബ്ബേ എന്ന് പറഞ്ഞു. അള്ളാഹു അവൻ്റെ കരുണ അയാളുടെ മേളിൽ ഇറക്കി, അതായത് പുറത്തു കൊടുത്തു.
ഇത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ഹദീസാണ്, ആവർത്തിച്ചു വരുന്നു. അന്നെ അബി സഈദ് റളിയല്ലാഹു അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന റജുലൻ കാന ഖബ്ലകും റസൂലുള്ളാഹു മാലൻ ഫഖാല ലിബനീഹി ലിമ്മ ഹുദിറ അയ്യ അബിൻ കുൻതു ലക്കും ഖാലു ഖൈറ അബിൻ ഖാല ഫഇന്നി ലം അഅമൽ ഖൈറൻ ഖത്തു ഫഇദാ മിത്തു ഫഅഖ്രിഖൂനി ثم اسحقوني ثم ذروني في يوم عاصف ففعلوا فجمعه الله عز وجل فقال ما حملك قال مخافتك فطلقاه رحمته. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അയാളൊരു നന്മയും ചെയ്തിട്ടില്ല എന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. എന്നിട്ടും അയാൾ സ്വർഗത്തിൽ പോയി. അതിൻ്റെ അർത്ഥം അള്ളാഹുവിനോടുള്ള ഭയം ഉണ്ടായിരിക്കണം. ഈ അറിവുകളിൽ നിന്നും മനുഷ്യന് കിട്ടുന്നത് അള്ളാഹുവിനോടുള്ള ഭയം ആണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും ആമീൻ. അള്ളാഹു നമ്മളെ അതിൽ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. റബീഅ ബിൻ ഹിറാഷ് വിശദീകരിക്കുന്നു, ഉഖ്ബ ഹുദൈഫയോട് ചോദിച്ചതായിട്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നീ എന്താണ് കേട്ടത്, അത് ഞങ്ങൾക്ക് നീ പറഞ്ഞു തരികയില്ലേ? ഹുദൈഫ പറഞ്ഞു, ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ടു. മരണം ഒരു മനുഷ്യനെ സമീപിച്ചു. അവന് അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ അവൻ്റെ കുടുംബത്തോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ കുറേ വിറക് കൂട്ടുക, എന്നിട്ട് വലിയൊരു തീ ഉണ്ടാക്കുക, അതിലിട്ട് എന്നെ കത്തിച്ച് കളയുക. എൻ്റെ ശരീരത്തിലെ മാംസം മുഴുവൻ തീ കത്തിച്ച് തീരുമ്പോൾ എൻ്റെ എല്ലുകളുടെ അടുത്തേക്ക് അത് ചെല്ലും. അങ്ങനെ ആ എല്ലുകൾ ബാക്കിയായതിനെ ഇടിച്ച് പൊടിച്ച് പൊടിയാക്കി പറപ്പിച്ച് കളയുക. കടലിലാണ് പറപ്പിച്ച് കളയേണ്ടത്, ചൂടോ അല്ലെങ്കിൽ കാറ്റോ ഉള്ള ഒരു ദിവസം. അങ്ങനെ അത് ചെയ്യപ്പെട്ടു. പക്ഷേ അള്ളാഹു ആ പൊടികളെയെല്ലാം ഒരുമിച്ച് കൂട്ടി എന്നിട്ട് അവനെ പുനഃസൃഷ്ടിച്ചു. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, അള്ളാഹുവെ, നിന്നോടുള്ള ഭയം കൊണ്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹു അവന് പുറത്തു കൊടുത്തു. അബ്ദുൽ മലിക് ഇതേ ഹദീസ് വിശദീകരിക്കുന്നു, കാറ്റുള്ള ഒരു ദിവസം. അപ്പോൾ ഇവിടെ ചൂടുള്ളതോ അല്ലെങ്കിൽ കാറ്റുള്ളതോ അങ്ങനെ ആയ ദിവസങ്ങളിൽ പറപ്പിച്ച് കളയാന്നാണ് കടലിൽ. അൻ റബീഇ ഇബ്നു ഹിറാഷിൻ ഖാല ഖാല ഉഖ്ബതു ലി ഹുദൈഫത അലാ തുഹദ്ദിസുന മാ സമഅത മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സമഅതുഹു യഖൂലു ഇന്ന റജുലൻ حضره الموت لما أيس من الحياة أوصى له إذا مت فاجمعوا لي حطبا كثيرا ثم أوروا نارا حتى إذا أكلت لحمي وخلصت إلى عظمي فخذوها فطحنوها فذروني في اليم في يوم حار أو راح فجمعه الله فقال لما فعلت قال خشيتك فغفر له. حدثنا عبد الملك وقال في يوم راح. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഒരു മനുഷ്യൻ ആളുകൾക്ക് കടം കൊടുക്കാറുണ്ടായിരുന്നു, പൈസ കൊടുക്കും ചോദിക്കുന്നവർക്കൊക്കെ. എന്നിട്ട് അയാളുടെ വേലക്കാരനോട് പറയുമായിരുന്നു, ആ കടം മേടിച്ച ആൾ പാവപ്പെട്ടവനാണെങ്കിൽ അവന് പുറത്തു കൊടുത്തേക്കുക, അതായത് അവൻ്റെ അടുത്ത് നിന്ന് പൈസ തിരിച്ച് മേടിക്കണ്ട, നമ്മളെ അള്ളാഹു ചിലപ്പോൾ പുറത്തു തന്നേക്കും. അങ്ങനെ അയാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടിയപ്പോൾ, അതായത് മരണശേഷം അള്ളാഹു അവന് പുറത്തു കൊടുത്തു. അപ്പോൾ സ്വർഗ്ഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പവഴി പാവപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കുക. عن أبي هريرة أن رسول الله صلى الله عليه وسلم قال كان الرجل يداين الناس فكان يقول لفتاه إذا أتيت موصرا فتجاوز عنه لعل الله أن يتجاوز عنا قال فلقي الله فتجاوز عنه. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഒരു മനുഷ്യൻ പാപങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ നീചപ്രവർത്തികളിൽ മോശം കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവൻ്റെ അടുത്ത് മരണം എത്തിയപ്പോൾ അവൻ അവൻ്റെ ആൺമക്കളോട് പറഞ്ഞു, എൻ്റെ മരണശേഷം എന്നെ നിങ്ങൾ കത്തിക്കുക, എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം എടുത്ത് പൊടിക്കുക, എന്നിട്ട് ആ പൊടി കാറ്റിൽ പറപ്പിച്ച് കളയുക. കാരണം ഞാൻ വലിയ പാപിയാണല്ലോ, അതുകൊണ്ട് അള്ളാഹു എങ്ങാനും എന്നെ പിടിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്തെങ്ങാനും ഞാൻ എത്തിപ്പെട്ടാൽ അവൻ എനിക്ക് വേറെ ആർക്കും കൊടുക്കാത്തത്ര വലിയ ശിക്ഷ തരും. അങ്ങനെ അയാൾ മരിച്ചു. അയാളുടെ ആൺമക്കൾ പറഞ്ഞതുപോലെയൊക്കെ തന്നെ ചെയ്തു. അള്ളാഹു ഭൂമിയോട് ഉത്തരവിട്ടു, അവൻ്റെ പൊടികൾ നിൻ്റെ അടുത്ത് എവിടെയൊക്കെ ഉണ്ടോ അതിനെയൊക്കെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമി അതിനെയെല്ലാം ഒരുമിച്ച് കൂട്ടി. അത്ഭുതം തന്നെ, ആ മനുഷ്യൻ അവിടെ അങ്ങനെ പൂർണ്ണകായ രൂപത്തിൽ നിൽക്കുന്നു. അള്ളാഹു അവനോട് ചോദിച്ചു, നീ അങ്ങനെ ചെയ്യാൻ എന്താണ് കാരണം? അയാൾ മറുപടി പറഞ്ഞു, എൻ്റെ റബ്ബേ, ഞാൻ നിന്നെ ഭയങ്കരമായി ഭയക്കുന്നു. അപ്പോൾ അള്ളാഹു അവന് പുറത്തു കൊടുത്തു. മറ്റൊരു റിപ്പോർട്ടർ പറയുന്നു, ആ മനുഷ്യൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നിന്നോടുള്ള ഭയം കൊണ്ടാണ് റബ്ബേ.
വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരെണ്ണത്തിൽ പറയുന്നു റബ്ബേ എനിക്ക് നിന്നെ ഭയമായിരുന്നു, പേടിയായിരുന്നു. വേറെടുത്ത് പറയുന്നു നിന്നോടുള്ള ഭയം റബ്ബേ. ഏതായാലും അള്ളാഹുവിനോട് ഭയം ഉണ്ടായിരിക്കുകയും അവിടെ ചെല്ലുമ്പോൾ കട്ടപ്പുകയായിരിക്കും എന്നൊരു തോന്നൽ ഉണ്ടാവുകയും ചെയ്താൽ സ്വർഗത്തിൽ പോകാമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കാന റജുലുൻ യുസ്രിഫു അലാ നഫ്സിഹി ഫലമ്മാ ഹദറഹുൽ മൗതു ഖാല ലി ബനീഹി ഇദാ അന മുത്തു ഫഉഖ്രിഖൂനി ثم اطحنوني ثم ذروني في الريح فوالله لئن قدر الله علي ليعذبني عذابا ما عذبه أحدا فلما مات فعل به ذلك فأمر الله تعالى الأرض فقال اجمعي ما فيك منه ففعلت فإذا هو قائم فقال ما حملك على ما صنعت قال يا ربي خشيتك حملتني فغفر له وقال غيره مخافتك يا ربي. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.